ഹായ് ഫ്രണ്ട്സ്. നമ്മൾ മഴ തുടങ്ങിയത് പിന്നെ നമ്മൾ അലക്കുന്ന തുണിയൊക്കെ ഒന്ന് ഉണക്കിയെടുക്കാനായിട്ട് കഷ്ടപ്പെടുകയല്ലേ. എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് തുണിയെല്ലാം ഉണക്കിയെടുക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു സൂത്രമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ഒരുപാട് ടിപ്സുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് ഒന്ന് നോക്കാം. നമ്മളെല്ലാവരും വീട്ടിൽ വിമ്മിൻ്റെ ബാറോ അല്ലെങ്കിൽ വിമ്മിൻ്റെ ലിക്വിഡൊക്കെ ഉപയോഗിക്കാറുണ്ടാവും. അപ്പോൾ ഇനി വിമ്മിൻ്റെ ബാറ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. നിങ്ങൾക്ക് ഏത് കറ പിടിച്ച പാത്രങ്ങളും സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. അതിനാദ്യം ചെയ്യേണ്ടത് ഇതുപോലെ വിമ്മിൻ്റെ ബാറ് ഞാൻ ചെറിയ ഒരു ഹോളുള്ള ആ ഗ്രേറ്ററിലൂടെ നന്നായിട്ടൊന്ന് ചീകിയെടുക്കുന്നുണ്ട്. കുറച്ച് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് 1.5 ടീസ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിപ്പൊടിയും നമ്മൾ ചീകിയെടുത്തിട്ടുള്ള സോപ്പും ഏകദേശം ഒരേ അളവിലാണുള്ളത്. എന്നിട്ട് ഈ അരിപ്പൊടിയും സോപ്പിൻ്റെ ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ കണ്ടെയ്നറിൽ ആക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും കറ പിടിച്ചുള്ള ഏത് പാത്രങ്ങളും നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കുന്നത് നല്ല രീതിയിൽ എണ്ണയും അതേപോലെ തന്നെ അഴുക്കും പിടിച്ചിട്ടുള്ള ഒരു ചെറിയ വിളക്കാണ് കേട്ടോ. വിളക്കിലുള്ള എണ്ണയൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സോപ്പിൻ്റെയും അരിപ്പൊടിയും കൂടി ഉള്ളതില്ലേ, അത് കുറച്ചെടുക്കുക. ഒരല്പം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. എന്നിട്ട് ആ ഒരു പേസ്റ്റ് നമ്മൾ വിളക്കിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നമുക്കത് അതുപോലെ മാറ്റി വയ്ക്കാം. അരിപ്പൊടിയും സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് വെച്ചിട്ടുള്ളതാണ്. ഒന്ന് വെറുതെ തുടയ്ക്കുന്ന സമയത്തിന് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ചില ഭാഗങ്ങളിൽ ക്ലാവ് പോലെ പിടിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ഉരയ്ക്കുന്നതിന് വേണ്ടി ചെറിയ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ആവുന്നതാണ് കേട്ടോ. ഇതുപോലത്തെ ഓട്ടുപാത്രങ്ങൾ അതേപോലെ വിളക്കുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. അതുകൂടാതെ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് കറ പിടിച്ചുള്ള പാത്രങ്ങൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ എല്ലാം വീട്ടിൽ ഇതുപോലത്തെ ക്യാനുകൾ നമ്മൾ കളയാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കളയുന്നതിന് മുന്നേ ഈ ഒരു സൂത്രം ചെയ്ത് നോക്കൂട്ടോ. ഇതുപോലത്തെ ഒരു ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു അടപ്പ് എടുക്കുന്നുണ്ട്. അതിൽ നമുക്കൊരു ഫോർക്ക് ചൂടാക്കിയിട്ട് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഹോൾസ് ഇട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് അതിനുള്ളിൽ നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം കേട്ടോ. സോപ്പിൻ്റെ അംശമൊന്നുമില്ലാതെ എടുത്തതായിരിക്കണം. ഹോൾ ഇട്ടതിന് ശേഷം നമുക്ക് നമ്മൾ ചെടികളൊക്കെ നനയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം നിറച്ചിട്ട് അത് ചെടികൾക്കൊക്കെ നല്ല രീതിയിൽ നമുക്ക് നനച്ചു കൊടുക്കാനായിട്ട് സഹായിക്കുന്നതാണ്. നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മുടി പൊട്ടിപ്പോവുകയും മുടി കൊഴിയുകയും മുടി വളരാതിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ഭക്ഷണത്തിലും കൂടി ഒരു നല്ലൊരു ഡയറ്റ് കൊണ്ടുവന്നാൽ മുടി കൊഴിച്ചിൽ പകുതി അളവിൽ വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ നമ്മൾ വീട്ടിൽ ചെയ്യാവുന്ന എന്തൊരു കാര്യം വെച്ചാൽ കുറച്ച് റോസ്മെരി എടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ അളവിൽ റോസ്മെരി, ഡ്രൈ ആയിട്ടുള്ള റോസ്മെരിയാണ് കേട്ടോ, അതെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ വേണ്ടത് ശംഖുപുഷ്പമാണ്. ഫ്രഷ് ആയിട്ടുള്ള ശംഖുപുഷ്പം കിട്ടുകയാണെന്ന് വെച്ചാൽ അത്രയും നല്ലത്. എൻ്റെ കയ്യിൽ ഫ്രഷ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഡ്രൈ ആയിട്ടുള്ള ശംഖുപുഷ്പം എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു വെള്ളവും ശംഖുപുഷ്പവും അതേപോലെ തന്നെ റോസ്മെറി ലീവ്സ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരണം. നമ്മൾ ശംഖുപുഷ്പം ചേർത്തത് കൊണ്ട് തന്നെ മുടിയുടെ വേരുകൾക്ക് നല്ല ബലം ലഭിക്കുകയും മുടി നല്ല സിൽക്ക് പോലെ ആവാനും നല്ല രീതിയിൽ സോഫ്റ്റ് ആയി നിർത്താനൊക്കെ സഹായിക്കുന്നതാണ്. റോസ്മെരീൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുണ്ടാവും. മുടി ഏത് തരത്തിലുള്ള ഡാമേജ് ഉണ്ടെങ്കിലും അതിനെ കറക്റ്റായിട്ട് മുടിനെ വളർച്ച കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നതാണ്. മുടി പൊട്ടിപ്പോകുന്ന ഒഴിവാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. മുടി ഫാസ്റ്റായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ അത് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെ കളർ വന്നിട്ടുണ്ടാവും. ശംഖുപുഷ്പത്തിൻ്റെ കളറ് അതിൻ്റെ നീല കളറൊക്കെ മാറി വെള്ളയാവുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തണുക്കുകയും വേണം. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കതൊക്കെ ഒന്ന് അരിച്ച് മാറ്റിയിട്ട് എടുക്കാം. ഈ വെള്ളത്തിലുള്ള എല്ലാ ചണ്ടിയും നമുക്കൊന്ന് അരിച്ച് എടുക്കാം. എന്നിട്ട് നിങ്ങൾക്കൊരു സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ബോട്ടിൽ എടുത്താലും മതി. ഇതാകുമ്പോൾ നമ്മുടെ മുടിയുടെ വേരിലേക്ക് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ചീകി കൊടുക്കാവുന്നതാണ്. അത്തരത്തിലുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ. മീഷോയിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്യാം. ഈ ഒരു ലിക്വിഡ് നിങ്ങൾ ദിവസവും കുളിക്കുന്നതിൻ്റെ 15 മിനിറ്റ് മുന്നേ നന്നായിട്ട് തലയിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി കൊഴിച്ചിലും മാറുന്നതാണ്. മുടി പെട്ടെന്ന് വളരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്.
മുടി സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഹെയർ സിറമാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ പരിചയപ്പെടുത്തിയത്. അതുകൂടാതെ 2 മാസത്തോളമായി ഞാനൊരു ഹെയർ ഓയിൽ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തിയിട്ട് ഒരുപാട് പേര് വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും അത് വാങ്ങിച്ചതിൽ തന്നെ വീണ്ടും വീണ്ടും വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ അത്രയധികം റിസൾട്ടുള്ള ഹെയർ ഓയിലാണ് കേട്ടോ. അകാലം വരെ വരാതിരിക്കാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി പെട്ടെന്ന് ഗ്രോത്ത് നൽകാനും അതേപോലെ തന്നെ താരൻ മാറ്റാനും തലയോട്ടിലുണ്ടാവുന്ന ചൊറിച്ചിലുകളുടെ അസ്വസ്ഥതകളും ഇല്ലാതാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഓയിലാണ്. നമ്മളതിൽ കെമിക്കൽ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഫ്രേഗ്രൻസോ അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ കളറുകളോ ഒന്നും ചേർത്താണ്ട് പഴയ കാല രീതിയിൽ കാച്ചിയെടുത്തുള്ള ഒരു ഹെയർ ഓയിലാണ്. തേങ്ങാപ്പാലും വെളിച്ചെണ്ണയിലുമാണ് ഈ ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കുന്നത് കേട്ടോ. ഈ ഒരു എണ്ണ കാച്ചിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾക്ക് 2 ദിവസം സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയധികം ശ്രദ്ധയോട് കൂടിയിട്ട് തയ്യാറാക്കുന്ന ഈ ഒരു എണ്ണ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. മഴയൊന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നമ്മളുടെ തുണികളൊന്ന് ഉണക്കിയെടുക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 പ്ലേറ്റ് എടുക്കാവുന്നതാണ്. 2 പ്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് എല്ലാ തുണിയും എത്ര കട്ടിയുള്ള തുണികളാവും നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ 2 പ്ലേറ്റ് എടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് അലുമിനിയത്തിൻ്റെ ഒരു വലിയ പാത്രമാണ് കേട്ടോ. ഈ പ്ലേറ്റ് ഇറങ്ങി നിൽക്കാൻ സൈസിനുള്ള ഒരു പാത്രം എടുക്കുക. അടി കട്ടിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ അലുമിനിയത്തിൻ്റെ ചെമ്പാണ് എടുക്കുന്നത് കേട്ടോ. അടി കട്ടിയുള്ള ചെമ്പാണ്. ഈ ചെമ്പിലേക്ക് ഒരു പ്ലേറ്റ് ഇതുപോലെ കമിഴ്ത്തി വെച്ച് കൊടുക്കാം. ഇനി മറ്റൊരു പ്ലേറ്റ് കൂടി എടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു പ്ലേറ്റ് അതിന് മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ എടുക്കുന്ന പ്ലേറ്റ് ആ ഒരു ചെമ്പിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കുന്നതായിരിക്കണം. എന്നിട്ട് നനവുള്ള തുണി ഇതുപോലെ 1 2 തുണികൾ നമുക്ക് വെച്ച് കൊടുക്കാം ആ ഒരു പാത്രത്തിൻ്റെ സൈസിനനുസരിച്ച്. വാഷിംഗ് മെഷീനിൽ അലക്കിയെടുത്തിട്ടുള്ള തുണിയാണ് കേട്ടോ. മോൻ്റെ യൂണിഫോമിൻ്റെ പാൻറ്റാണ്. നല്ല കട്ടിയുള്ള തുണിയാണ്. അപ്പോൾ അതൊന്ന് നല്ല വെയിലുണ്ടെങ്കിൽ നല്ല വെയിൽ തട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് മടക്കിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഉള്ളിൽ അത് ഇറങ്ങിയിരിക്കണം എന്ന് മാത്രം. ഉണക്കാനായിട്ടുള്ള തുണി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു അടപ്പെടുത്തിട്ട് അടച്ചതിന് ശേഷം ചെറിയ തീയിൽ, ഒരുപാട് തീ വരരുത്, ചെറുതായിട്ട് തീയിൽ വെച്ച് കൊടുക്കുക. ഓരോ 10 സെക്കൻഡിലും നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് തുണിയൊന്നും തിരിച്ചിട്ട് കൊടുക്കാം. ഓരോ 10 സെക്കൻഡ് കൂടുമ്പോൾ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് അത് കറക്റ്റായിട്ട് ചൂട് കിട്ടുന്നതിന് വേണ്ടി വന്നിട്ട് മടക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെണ്ണ കളറിൽ നല്ല രീതിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. വാഷിംഗ് മെഷീനിൽ അലക്കിയ തുണി ആയതുകൊണ്ട് തന്നെ എനിക്ക് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിൽ അലക്കിയിട്ടുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നമുക്കിതുപോലെ തിരിച്ചും മറിച്ചും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തുണി ഉണങ്ങി കിട്ടുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ഇതും പറയാനില്ല. ആ ഒരു കട്ടിയുള്ള ഭാഗത്തൊക്കെ നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആ പോക്കറ്റിൻ്റെ ഭാഗമൊക്കെ കുറച്ച് ഉണങ്ങാൻ പാടല്ലേ, അവിടെ വരെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മഴക്കാലത്ത് നിങ്ങൾ തുണികൾ ഉണക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് എന്താ ഇന്നവെയറൊക്കെ ആകുമ്പോൾ കോട്ടൻ്റെ ആകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.